പാവനാത്മാവേ പറന്നിറങ്ങിയിടണേ, നിൻ വിശുദ്ധി എൻ്റെ ഹൃത്തിൽ ഇന്നു നീ നിറയ്ക്കണേ. ഓ പാവനാത്മാവേ പറന്നിറങ്ങിയിടണേ, നിൻ വിശുദ്ധി എൻ്റെ ഹൃത്തിൽ ഇന്നു നീ നിറയ്ക്കണേ. ഓ പാവനാത്മാവേ പറന്നിറങ്ങിയിടണേ, നിൻ വിശുദ്ധി എൻ്റെ ഹൃത്തിൽ ഇന്നു നീ നിറയ്ക്കണേ. നിൻ വിശുദ്ധി എൻ്റെ ഹൃത്തിൽ ഇന്നു നീ നിറയ്ക്കണേ. നിൻ വിശുദ്ധി എൻ്റെ ഹൃത്തിൽ ഇന്നു നീ നിറയ്ക്കണേ. വിശ്വാസം സഹോദരങ്ങളെ വേറൊരു ആത്മീയ നന്മയാണല്ലോ. എനിക്ക് വിശ്വാസമുണ്ട്, ഞാൻ നല്ല വിശ്വാസത്തോടെ ഒരു പാപിയായ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ വ്യക്തി ദൈവത്തെക്കുറിച്ച് ചിന്തിക്കില്ല, ദൈവവിചാരമില്ല, ദൈവത്തിൻ്റെ വഴി ആ വ്യക്തി നടക്കുന്നില്ല. എൻ്റെ വിശ്വാസത്തോടു കൂടിയ എൻ്റെ പ്രാർത്ഥന, നിങ്ങളുടെ പ്രാർത്ഥന. ചോദ്യം, നമ്മുടെ വിശ്വാസത്തിൻ്റെ യോഗ്യത കൊണ്ട് ആ വ്യക്തി, ആ കുടുംബം അനുഗ്രഹിക്കപ്പെടുമോ ഇല്ലയോ? അനുഗ്രഹിക്കപ്പെടും, ഒരു സംശയവും ഇല്ല. ജീവിതത്തിൻ്റെ വിശുദ്ധി വേറൊരു ആത്മീയ നന്മയാണ്. ഞാനൊരു പുരോഹിതനാണ്, ഞാൻ അങ്ങേയറ്റം വിശുദ്ധിയോടെ ജീവിക്കുന്നു. എൻ്റെ ചോദ്യം, എൻ്റെ ജീവിതത്തിൻ്റെ വിശുദ്ധി കൊണ്ട് ഞാൻ കടന്നു ചെന്ന് നടത്തുന്ന ശുശ്രൂഷകളിൽ ദൈവത്തിൻ്റെ കൃപ കൂടുതലായിട്ടുണ്ടാകുമോ ഇല്ലയോ? ഉണ്ടാകുമോ ഇല്ലയോ? ഒരു കുടുംബനാഥൻ വിശുദ്ധിയോടെ ജീവിക്കുന്നു, ഒരമ്മ പുണ്യപ്പെട്ടൊരു ജീവിതം നയിക്കുന്നു. ഞാൻ ഉന്നയിക്കുന്ന ചോദ്യം ഇതാണ്: ഈ അപ്പൻ്റെയും അമ്മയുടെയും പുണ്യജീവിതം കൊണ്ട് ആ കുടുംബവും ആ കുഞ്ഞുങ്ങളും അനുഗ്രഹിക്കപ്പെടുവോ ഇല്ലയോ? അനുഗ്രഹിക്കപ്പെടുവോ ഇല്ലയോ? നിങ്ങൾക്കൊരു സംശയമില്ല, ഈ പങ്കുവച്ച ആത്മീയ നന്മകളൊക്കെ ദൈവത്തിൻ്റെ കൃപ ഒഴുകി വരുന്ന വഴികളാണ്. അങ്ങനെയെങ്കിൽ സഹോദരങ്ങളെ, ഈ രാത്രി എനിക്ക് പങ്കുവെക്കാനുള്ള തിരുസന്ദേശം ഇതാണ്: ഈ പ്രാർത്ഥന പോലെയോ, ഈ വിശ്വാസം പോലെയോ, ഈ ജീവിതത്തിൻ്റെ വിശുദ്ധി പോലെയോ, ഇതുപോലെയോ, ഇതിനേക്കാളുമോ? ആ വാക്ക് ഞാൻ ബോധപൂർവം ഉപയോഗിക്കുന്നു. ഇതുപോലെയോ, ഇതിനേക്കാളുമോ ദൈവത്തിൻ്റെ കൃപ നമ്മിലേക്ക്, കുടുംബത്തിലേക്ക് ഒഴുക്കുന്ന ഒരാത്മീയ നന്മയാണ്. വിശുദ്ധിയോടെ ജീവിച്ചിട്ടും ജീവിതത്തിൽ നാം വഹിക്കേണ്ടി വരുന്ന വേദനകളും കുരിശുകളും. ഈ ബോധ്യമുള്ളിൽ നിറച്ചുകൊണ്ട് വേണം ഈ ജൂബിലി കൺവെൻഷൻ്റെ ആദ്യത്തെ ദിവസം എൻ്റെ പ്രിയ സഹോദരങ്ങൾ വീടുകളിലേക്ക് മടങ്ങാൻ. നമ്മുടെ ഒരു പ്രാർത്ഥന പോലെയോ, നമ്മുടെ ഒരു വിശ്വാസം പോലെയോ, നമ്മുടെ ജീവിതത്തിൻ്റെ വിശുദ്ധി പോലെയോ, ഇതുപോലെയോ, ഇതിനേക്കാളുമോ ദൈവത്തിൻ്റെ കൃപ നമ്മിലേക്കൊഴുക്കുന്ന ഒരാത്മീയ നന്മയാണ്. ദൈവത്തോടടുത്ത് നിന്നിട്ടും പ്രാർത്ഥിച്ചിട്ടും വിശുദ്ധ ജീവിതം നയിച്ചിട്ടും നിങ്ങളും ഞാനും ഏറ്റെടുക്കേണ്ടി വരുന്ന വേദനകളും ഞെരുക്കങ്ങളും കുരിശുകളും. പ്രിയപ്പെട്ടവരെ, പ്രൈസ് ദി ലോർഡ്. ഇതുപോലെയോ, ഇതിനേക്കാളുമോ എന്ന് ഞാൻ പറഞ്ഞു. ഞാനത് പറയുന്നത് കർത്താവിൻ്റെ മുഖത്തേക്കും കുരിശിലോട്ട് നോക്കി നിന്നുകൊണ്ട് തന്നെയാണ്. നിങ്ങൾ ചിന്തിക്കൂ, നമ്മുടെ കർത്താവ് ഈ ലോകത്തെ രക്ഷിച്ചല്ലോ. സഹോദരങ്ങളെ, ഒരു പ്രാർത്ഥന കൊണ്ട് എന്നതിനേക്കാൾ, രോഗസൗഖ്യം കൊടുത്തുകൊണ്ട് എന്നതിനേക്കാൾ, വചനം പ്രസംഗിച്ചുകൊണ്ട് എന്നതിനേക്കാൾ, ഉപവസിച്ചും പരിത്യാഗമെടുത്തും ജീവിച്ചുവെന്നതിനേക്കാൾ അവൻ വഹിച്ച കുരിശിലൂടെയാണല്ലോ അവൻ ഈ ലോകത്തെ വീണ്ടെടുത്തതും രക്ഷിച്ചതും. അവൻ്റെ പ്രാർത്ഥന കൊണ്ടെന്നതിനേക്കാൾ, അവൻ്റെ പരിത്യാഗം കൊണ്ടെന്നതിനേക്കാൾ, അവനെടുത്ത ഉപവാസം കൊണ്ടെന്നതിനേക്കാൾ, അവൻ പ്രസംഗിച്ച വചനം കൊണ്ടെന്നതിനേക്കാൾ, അവൻ്റെ ജീവിതത്തിൻ്റെ ആ പവിത്രത കൊണ്ടെന്നതിനേക്കാൾ, അവൻ സഹിച്ച വേദനകൾ, അവൻ വഹിച്ച കുരിശ് ഈ ലോകത്തിൻ്റെ വീണ്ടെടുപ്പിന് കാരണമായി തീർന്നല്ലോ. സഹോദരങ്ങളെ, ഞാനിത് പറയുമ്പം ജീവിതത്തിൻ്റെ എല്ലാ ക്ലേശങ്ങളും അത് മാറിക്കിട്ടാൻ ആഗ്രഹിക്കേണ്ട, പ്രാർത്ഥിക്കേണ്ട എന്നൊന്നുമല്ല പ്രിയപ്പെട്ടവരെ ഞാൻ സംസാരിക്കുന്നത്. തീർച്ചയായിട്ടും അതിനുമൊരു ആത്മീയതയുടെ തലമുണ്ട്. ജീവിതത്തിൻ്റെ ക്ലേശങ്ങളും കുരിശുകളുമൊക്കെ ചോദിച്ചു വാങ്ങിച്ചെടുക്കുന്ന വിശുദ്ധരെ നമ്മൾ കാണാറുണ്ട്. ഞാൻ അതിലോട്ടൊന്നും പോകുന്നില്ല. നിങ്ങൾക്ക് കൂടി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരാത്മീയതയുടെ തലത്തിലേ ഞാനിവിടെ നിൽക്കുന്നുള്ളൂ. നമ്മുടെ വേദനകൾ, നമ്മുടെ കുരിശുകൾ, നമ്മുടെ പ്രയാസങ്ങൾ മാറിക്കിട്ടാൻ വേണ്ടി നാം പ്രാർത്ഥിക്കണം, ധ്യാനങ്ങൾ കൂടണം,
കൺവെൻഷനിൽ പങ്കെടുക്കണം. കൺവെൻഷന് വരുമ്പോൾ വേദനകൾ മാറാൻ നിശ്ചയമായിട്ടും പ്രാർത്ഥിക്കണം. രോഗം മാറാൻ പ്രാർത്ഥിക്കണം. കുഞ്ഞുങ്ങളുടെ വഴിതെറ്റിയ ജീവിതം നേർവഴിയിലോട്ട് മക്കൾ വരാൻ തീർച്ചയായിട്ടും പ്രാർത്ഥിക്കണം. ഭർത്താവിൻ്റെ ഒരു മദ്യപാനം അതൊരു വലിയ കുരിശാണ്. ആ കുരിശൊന്ന് ഈ കൺവെൻഷനോടുകൂടിയെങ്കിലും ഒന്ന് ഈശോ എടുത്തു മാറ്റാൻ പ്രാർത്ഥിക്കണം. തീർച്ചയായിട്ടും വേദനകളും കുരിശുകളും ഞെരുക്കങ്ങളും മാറിക്കിട്ടാൻ വേണ്ടി നിങ്ങളും പ്രാർത്ഥിക്കണം, ഞാനും പ്രാർത്ഥിക്കണം. പക്ഷേ പ്രാർത്ഥിച്ചിട്ടും മാറാത്ത വേദനകൾ, ദൈവത്തിൻ്റെ മുൻപിൽ കരഞ്ഞിട്ടും തീരാത്ത കുടുംബത്തിലെ പ്രയാസങ്ങൾ, ചികിത്സിച്ചിട്ടും ഭേദപ്പെടാത്ത രോഗങ്ങൾ. സഹോദരങ്ങളെ, ഇവിടെ ദൈവത്തിൻ്റെ ഒരു കരമുണ്ട്. ഈ വേദനകളിൽ ഒരു ദൈവത്തിൻ്റെ കൃപ ഒളിഞ്ഞിരിപ്പുണ്ട്. പ്രാർത്ഥിച്ചിട്ടും മാറാത്ത രോഗങ്ങൾ, മാറാത്ത വേദനകൾ, ചികിത്സിച്ചിട്ടും ഭേദപ്പെടാത്ത രോഗങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ദുരിതങ്ങൾ, ഞെരുക്കങ്ങൾ. ഈ ഞെരുക്കങ്ങളിൽ, ഈ വേദനകളിൽ ഒരു ദൈവത്തിൻ്റെ കരമുണ്ട്. ഇത് രക്ഷാകരമാണ്. ഈ വേദനകളിൽ, ഈ മാറാത്ത രോഗങ്ങളിൽ ദൈവത്തിൻ്റെ മുമ്പിൽ പ്രാർത്ഥിച്ചിട്ടും തീരാത്ത പ്രയാസങ്ങളിൽ ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്, കൃപയുണ്ട്, അനുഗ്രഹമുണ്ട് എന്ന് ഞാൻ സ്നേഹത്തോടെ നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ. ഈ രാത്രി ഞാനിത് പറഞ്ഞു തരുമ്പം ഒരു മിനിറ്റ് നേരം കർത്താവിൻ്റെ കാൽവരി യാത്ര നിങ്ങളുടെ മനസ്സിലൂടെ ഒന്ന് കടന്നു പോകട്ടെ. ഒരു ധ്യാനമായി നമ്മുടെ കർത്താവിൻ്റെ കാൽവരി യാത്ര. ആ യാത്രയ്ക്കിടയ്ക്ക് ഈശോ ഇങ്ങനെയൊന്ന് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. വേദന കൊണ്ട് ഒരുപാട് അവൻ അവശനാകുമ്പോൾ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രമൊന്ന് മാറ്റിത്തരണം നീ. നമ്മുടെ കർത്താവിൻ്റെ വേദനയോടുകൂടി ഒരു പ്രാർത്ഥനയാണത്. കാൽവരി യാത്രയിൽ ഉള്ളു തുറന്ന് പരമപിതാവിനെ ഈശോ വിളിക്കുകയാണ്. പിതാവേ, കഴിയുമെങ്കിൽ ഈ കുരിശ് മാറ്റിത്തരണം, ഈ വേദന മാറ്റിത്തരണം. കഴിയുമെങ്കിൽ ഈ പാനപാത്രം നീ എടുത്തു മാറ്റണം. എൻ്റെ ചോദ്യം ഇതാണ്. ഉള്ളു തുറന്ന് ഈശോ പ്രാർത്ഥിച്ചു. കണ്ണീരോടെ ഈശോ പിതാവിനെ വിളിച്ചു. പിതാവിനെ വിളിച്ചിട്ട് ആ വിളി പിതാവ് കേട്ടോ. കുരിശെടുത്ത് മാറ്റിക്കൊടുത്തോ? അതാണ് എനിക്ക് അറിയേണ്ടത്. നിങ്ങളിൽ നിന്നാണ് എനിക്ക് അറിയേണ്ടത്. മാറ്റിക്കൊടുത്തോ? കേൾക്കപ്പെടാത്തൊരു പ്രാർത്ഥനയാണല്ലോ സഹോദരങ്ങളെ. അത് കേൾക്കപ്പെടാത്തൊരു പ്രാർത്ഥനയാണല്ലോ അത്. പിതാവിനെ വിളിച്ചു ചങ്കുപൊട്ടി ഈ മകൻ പ്രാർത്ഥിക്കുന്നുണ്ട്. കുരിശിന്റെ ഭാരം കൊണ്ട് തളർന്നു വീഴുന്ന വേളയിൽ, പിതാവേ, കഴിയുമെങ്കിൽ നീയൊന്ന് നീക്കിത്തരണം, നീയൊന്ന് മാറ്റിത്തരണം, നിന്റെ കരം നീട്ടണം, ഈ പാനപാത്രം നീ എടുത്തു മാറ്റണം. ഈ നിലവിളിക്കും ഈ പ്രാർത്ഥനയ്ക്ക് മുമ്പിൽ നിശബ്ദനായി നിൽക്കുന്ന ഒരു പിതാവ്. ധ്യാനിക്കണം അത് ഈ രാത്രി. ഈ പുത്രന്റെ നിലവിളിക്കും പുത്രന്റെ പ്രാർത്ഥനയ്ക്ക് മുമ്പിൽ ആ പ്രാർത്ഥന കേൾക്കാതെ മുഖം തിരിച്ചു നിൽക്കുന്ന ഒരു പിതാവ്. ഈ രാത്രി എൻ്റെ പ്രിയ സഹോദരങ്ങൾ ധ്യാനിക്കണം ഇത്. സഹോദരങ്ങളെ, ദൈവപിതാവിൻ്റെ നിശബ്ദത വിശുദ്ധ ഗ്രന്ഥത്തിലുടനീളം നമ്മൾ കണ്ടുമുട്ടുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഈ മകന്റെ നിലവിളിക്ക് മുൻപിൽ, പ്രാർത്ഥനയ്ക്ക് മുമ്പിൽ നിശബ്ദനായി നിൽക്കുന്ന പിതാവ്. ഈ മകന്റെ നിലവിളിക്ക് മുമ്പിൽ, പ്രാർത്ഥനയ്ക്ക് മുമ്പിൽ പുറം തിരിഞ്ഞു നിൽക്കുന്ന ദൈവപിതാവ്. എന്തുകൊണ്ടാ പിതാവ് നിശബ്ദനായിട്ട് നിന്നു? ആ ഒരു വിഷയം നാം ഇവിടെ ഒന്ന് ചർച്ച ചെയ്താൽ അതിന് കിട്ടുന്നൊരു മറുപടി ഇങ്ങനെ മാത്രമേ ഉള്ളല്ലോ സഹോദരങ്ങളെ. ഈ കുരിശ് അതെടുത്തു മാറ്റാൻ ഒക്കുന്നൊരു കുരിശ് അല്ല. ഈ കുരിശ് ഈ മകൻ വഹിക്കണം. ഈ പാനപാത്രം ഈ മകൻ കുടിക്കണം. ഇത് കുടിക്കുക വഴിയേ ഈ ലോകത്തെ വീണ്ടെടുക്കാനും രക്ഷിക്കാനും ഒക്കൂ എന്ന് ആർക്കറിയാം? ഈ കുരിശ് എടുത്തു മാറ്റാനുള്ളൊരു കുരിശല്ല. ഈ പാനപാത്രം നീക്കപ്പെടാനുള്ളൊരു പാനപാത്രമല്ല. ഈ പാനപാത്രം കുടിച്ചേ മതിയാകൂ. ഈ കുരിശ് വഹിച്ചേ മതിയാകൂ. ഈ മകൻ വഹിക്കുന്ന കുരിശിലൂടെയേ ഈ ലോകത്തെ വീണ്ടെടുക്കാൻ തനിക്കാകുവെന്ന് പരമപിതാവിനറിയാം. സഹോദരങ്ങളെ, ഈ ബോധ്യം ഈശോയും ഉൾക്കൊള്ളുന്നുണ്ടല്ലോ. അതുകൊണ്ടല്ലേ ഈ നിലവിളി കഴിഞ്ഞ് അടുത്ത നിമിഷം
അവിടെ നിങ്ങനെ കൂട്ടിച്ചേർക്കുക, എൻ്റെ പിതാവ് എനിക്കു തന്ന പാനപാത്രം ഞാൻ ആരു തന്ന പാനപാത്രം? ആരു തന്ന പാനപാത്രം? ആരു തന്ന പാനപാത്രം? ആ കുരിശിൽ പരമപിതാവിൻ്റെ കരം കാണുന്നു. ആ കുരിശിൽ പിതാവിൻ്റെ കരം കാണുന്നു. ആ കുരിശിൽ പിതാവിൻ്റെ സ്നേഹം കാണുന്നു. ആ കുരിശിൽ പിതാവ് കൂടെയുള്ള ആ സാന്നിധ്യം തിരിച്ചറിയുന്നു. അതല്ലേ ഈശോ പറഞ്ഞത്, എൻ്റെ പിതാവ് എനിക്കു തന്ന പാനപാത്രം ഞാൻ. ബാക്കി പറയൂ, എൻ്റെ പിതാവ് എനിക്കു തന്ന പാനപാത്രം ഞാൻ കുടിക്കേണ്ടതല്ലയോ? പരിഭവങ്ങളില്ലാതെ, പരാതികൾ പറയാതെ, പിറുപിറുക്കാതെ, ദൈവത്തിൻ്റെ കരം, പിതാവിൻ്റെ കരം അത് സംശയിക്കാതെ ഈശോ കുരിശു വഹിച്ചു. ആ കുരിശിലൂടെയാണല്ലോ ഈ ലോകം വീണ്ടെടുക്കപ്പെട്ടത്, രക്ഷ കിട്ടിയത് ഈ ലോകത്തിൽ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ സഹോദരങ്ങളെ, നമ്മളും പ്രാർത്ഥിച്ചിട്ടും മാറാത്ത വേദനകൾ, അതിലൊരു ദൈവത്തിൻ്റെ കരമുണ്ട്. ഇതെന്ന് തിരിച്ചറിയണം. നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടും മാറാത്ത നൊമ്പരങ്ങൾ, അതിലൊരു ദൈവത്തിൻ്റെ കരമുണ്ട്, അതിലൊരു ദൈവത്തിൻ്റെ കൃപയുണ്ട്. ഇത് തിരിച്ചറിയണം. ഇന്ന് വേദനകളോ പ്രയാസങ്ങളോ വരുമ്പോൾ ഓടുകയാണു ജനം. എവിടെയാണ് പ്രശ്നം? എവിടെയാണ് ശാപം? എവിടെയാണ് ബന്ധനം? എവിടെയാണ് തടസ്സം? ധ്യാന കേന്ദ്രങ്ങൾ തോറും മാറി മാറി ഓടുകയാണ്. ഞാൻ പ്രാർത്ഥിച്ചിട്ടും മാറാത്തൊരു വേദന, ഞാൻ വിശുദ്ധ ജീവിതം നയിച്ചിട്ടും ജീവിതത്തിൽ കടന്നു വരുന്ന ഒരു നൊമ്പരം, അതിൽ ദൈവത്തിൻ്റെ ഒരു കരമുണ്ട് എന്ന് വിശ്വസിക്കാൻ സാധിക്കുന്ന വിശ്വാസികളുടെ എണ്ണം ഇന്ന് കുറഞ്ഞു വരുന്നല്ലോ എന്നുള്ളൊരു സങ്കടം കൂടി ഞാൻ ഈ രാത്രി പങ്കുവയ്ക്കുന്നു പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ മുൻപിൽ. എവിടെ പ്രാർത്ഥിക്കാൻ പോയാൽ, എവിടെ നൊവേനയ്ക്ക് പോയാൽ, എവിടെ കൺവെൻഷന് പോയാൽ, ഏതു ധ്യാന കേന്ദ്രത്തിൽ പോയി ധ്യാനം കൂടിയാൽ എൻ്റെ പ്രയാസം തീരും, രോഗം മാറും, വേദന തീരും, ഇങ്ങനെ ഓടുന്നവരുടെ എണ്ണമാണ് ഇന്ന് കൂടുന്നത്. അതേസമയം ഞാൻ ദൈവത്തിൻ്റെ മുൻപിൽ വിശുദ്ധിയോടെ ജീവിക്കുന്നു, ദൈവത്തിൻ്റെ വഴിയെ ഞാൻ നടക്കുന്നു. നമ്മിലോട്ടൊന്ന് തിരിയുമ്പം നമുക്ക് ആ വെളിച്ചം കിട്ടുമല്ലോ. വിശുദ്ധിയോടുകൂടി ഞാൻ ജീവിക്കുന്നു, എന്നിട്ടും വരുന്നു പ്രയാസങ്ങളും നൊമ്പരങ്ങളും. ആ പ്രയാസങ്ങളിൽ ദൈവത്തിൻ്റെ ഒരു കരമുണ്ടല്ലോ എന്ന് കരുതുന്നവരുടെ എണ്ണം, അതാണ് പ്രിയരെ ഞാൻ സംസാരിച്ചത്. ആ എണ്ണം ഇന്ന് കുറഞ്ഞു വരികയാണല്ലോ. അത് പാടില്ല. വിശ്വാസ വഴികളിൽ നമുക്ക് വിളിക്കുമ്പം വിളി കേൾക്കുന്നൊരു ദൈവം, സഹോദരങ്ങളെ, ആ ദൈവത്തിൻ്റെ മുഖം കാണാനും ആ ദൈവത്തിൽ വിശ്വസിക്കാനും എത്രയോ എളുപ്പമാണ് പ്രിയപ്പെട്ടവരെ. പരിത്രാണയിൽ നിങ്ങൾ വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് വരുന്നു. ഒരു 3 വെള്ളിയാഴ്ച ഒരു പ്രാർത്ഥനയുമായിട്ട് ഇവിടെ വന്നു. 3-ാമത്തെ വെള്ളിയാഴ്ച പ്രാർത്ഥിച്ച് മടങ്ങുമ്പോൾ വിചാരിക്കും പോലെ കാര്യങ്ങൾ നടക്കുന്നു. ദൈവത്തെ കാണാൻ എളുപ്പമാണ്. ദൈവത്തിൽ പ്രത്യാശയർപ്പിക്കാൻ നിങ്ങൾക്കും എനിക്കും എളുപ്പമാണ്. പക്ഷെ എല്ലായ്പ്പോഴും അങ്ങനെയല്ലല്ലോ നമ്മുടെ ദൈവം. നമ്മുടെ ദൈവം നാം വിളിക്കുമ്പോൾ വിളി കേൾക്കാതെ മാറി നിൽക്കുന്ന നേരങ്ങൾ. ദൈവത്തെ വിളിക്കുമ്പോൾ വിളി കേൾക്കുന്നു. ആ ദൈവത്തിൻ്റെ മുഖം കാണാനും ദൈവത്തിൽ വിശ്വസിക്കാനും നമുക്ക് പറ്റും. 2 ആഴ്ച മുൻപ് ഡിസംബർ മാസം 3-ാം തീയതി പോട്ടയിലെ ധ്യാനം, ഒരു ഭർത്താവും ഭാര്യയും ധ്യാനിക്കാനുണ്ടായിരുന്നു. ബ്രെയിൻ ട്യൂമർ വന്ന് എറണാകുളത്ത് ആസ്റ്റർ മെഡിസിറ്റിയിൽ ഓപ്പറേഷൻ കഴിഞ്ഞ് ഏതാണ്ട് 7 മാസത്തോളം കഴിയുമ്പോഴാണ് ഈ 2 പേര് ഡിസംബർ മാസം 3-ാം തീയതി തുടങ്ങിയ ധ്യാനത്തിൽ പോട്ടയിൽ ധ്യാനിക്കാൻ വേണ്ടി വന്നത്. വളരെ മാരകമായ ഒരു ട്യൂമറായിരുന്നു, അപകടകരമായ ഒന്ന്, വളരെ റിസ്ക്കുള്ളൊരു ഓപ്പറേഷനായിരുന്നു. ഏതായാലും ഓപ്പറേഷൻ കഴിഞ്ഞു, അപകടകരമായ ട്യൂമർ നീക്കം ചെയ്തു. പക്ഷേ ആ ഓപ്പറേഷനെ തുടർന്ന് 3 പ്രയാസങ്ങൾ ഈ കുടുംബനാഥന്. വലതുവശത്തെ കണ്ണ് അടഞ്ഞിരിക്കുന്നു. ഓപ്പറേഷന് ശേഷം ആ കണ്ണ് തുറക്കാൻ ഒക്കുന്നില്ല. മുഖം ഒരു വശത്തേക്ക് കോടിപ്പോയിരിക്കുന്നു, ചെരിഞ്ഞു പോയിരിക്കുന്നു. ഈ ഓപ്പറേഷനെ തുടർന്ന് സംസാരത്തിന് കാര്യമായ തടസ്സം വന്നിരിക്കുന്നു. സംസാരിക്കുന്നുണ്ട്, അത് തിരിയാൻ മനസ്സിലാക്കാൻ പ്രയാസം, കാര്യമായ തടസ്സം.
സംസാരത്തിന്. ഓപ്പറേഷന് ശേഷം 7 മാസം ഈ പ്രയാസങ്ങൾ മാറിക്കിട്ടാൻ വേണ്ടി ചികിത്സ നടത്തി. കാര്യമായ ഒരു മെച്ചവും ഒരു പുരോഗതിയും ഇതിൽ കാണാതെ വരുമ്പോഴാണ് ഈ ഭർത്താവ് ഭാര്യയെ കൂട്ടി പോട്ടയിൽ ധ്യാനിക്കാൻ വേണ്ടി വന്നത്. ധ്യാനത്തിൻ്റെ 4-ാം ദിവസം ബുധനാഴ്ച വൈകിട്ട് ആന്തരിക സൗഖ്യ പ്രാർത്ഥന. ദൈവത്തിൻ്റെ ഒരു വലിയ കൃപ നിറയുന്നൊരനുഭവം ഈ കുടുംബനാഥനുണ്ടായി. ദൈവത്തെ സ്തുതിച്ചു, ദൈവത്തെ മഹത്വപ്പെടുത്തി. ദൈവം എന്നെ തൊട്ടു, ദൈവം എന്നെ സുഖപ്പെടുത്തും. ആ ഒരു പ്രാർത്ഥനയോടുകൂടി അന്ന് കിടന്നുറങ്ങാൻ വേണ്ടി പോയി. വ്യാഴാഴ്ച രാവിലെ നേരം വെളുത്ത് ഉറക്കം തെളിയുമ്പം 7 മാസമായി അടഞ്ഞിരിക്കുന്ന വലതു കണ്ണ് തുറന്നിരിക്കുന്നു. കൈയടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തണം. വ്യാഴാഴ്ച രാവിലെ ഉറക്കം തെളിയുമ്പം മുഖം ചെരിഞ്ഞിരുന്നു. മുഖമിതാ നേരെയായിരിക്കുന്നു. ഒരു പ്രയാസമില്ലാത്ത പോലെ സൗഖ്യം കിട്ടിയിരിക്കുന്നു. ഒന്നുകൂടി കൈയടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തണം. വ്യാഴാഴ്ച നേരം വെളുത്ത് ഉറക്കം തെളിയുമ്പം 7 മാസമായി സംസാരത്തിന് കാര്യമായ തടസ്സമുണ്ടായിരുന്നു. ഒരു തടസ്സവും ഇല്ലാത്ത രീതിയിൽ സംസാരിക്കാൻ വേണ്ടി പറ്റുന്നു. കൈയടിച്ചൊന്നുകൂടി ദൈവത്തെ മഹത്വപ്പെടുത്തണം. വ്യാഴാഴ്ച രാവിലെ 6 മണിക്ക് ധ്യാനത്തിൻ്റെ അവസാന ദിവസ ശുശ്രൂഷ ആരംഭിക്കാൻ വേണ്ടി ഞാൻ അൾത്താരയിലെത്തുമ്പം ഈ ഭർത്താവിനെ കൂട്ടി ഭാര്യ ആ അൾത്താരയിലേക്ക് കയറി വരികയാണ്. ധ്യാനിക്കുന്ന ഒരു 250 പേരുടെ മുമ്പിൽ ആ രാത്രി ദൈവം കൊടുത്ത വലിയ കൃപ ഈ ഭാര്യയും ഭർത്താവും കൂടി പങ്കുവയ്ക്കുകയാണ്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു സഹോദരങ്ങളെ, ആ ആഴ്ച ധ്യാനം കൂടിയ 250 പേരും ഒരു ജീവിക്കുന്ന ദൈവത്തിൻ്റെ മുഖം ഈ മകനിൽ കണ്ടുകൊണ്ടാണ് പോട്ട വിട്ട് വീടുകളിലോട്ട് മടങ്ങിയത്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ദൈവത്തിൽ വിശ്വസിക്കാൻ എളുപ്പമാണ്. ഇവിടെ ദൈവത്തിൻ്റെ മുഖം കാണാൻ എളുപ്പമാണ്. എല്ലായ്പ്പോഴും അങ്ങനെയാവില്ല എന്നു തന്നെയാണ് ഞാൻ ഈ രാത്രി പഠിപ്പിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിൻ്റെ മുഖം കാണാൻ എളുപ്പമാണ്. ഇവിടെ ദൈവത്തിൽ വിശ്വസിക്കാൻ എളുപ്പമാണ്. നാം പ്രാർത്ഥിച്ചിട്ടും നമ്മുടെ പ്രാർത്ഥന കേൾക്കപ്പെടാത്ത എത്ര അനുഭവങ്ങൾ. എല്ലാ വെള്ളിയാഴ്ചയും പരിത്രാണയിൽ വന്നിട്ടും കുടുംബത്തിൻ്റെ പ്രയാസം മാറാത്ത എത്ര കുടുംബങ്ങൾ. ഇവിടെയും മടുക്കാതെയും തളരാതെയും ദൈവത്തിലുള്ള പ്രത്യാശ കുറച്ചുകളയാതെയും എൻ്റെ ദൈവം അവൻ നിശബ്ദനായി നിൽക്കുമ്പോഴും അവൻ എൻ്റെ കൂടെയുണ്ട് എന്ന പ്രതീക്ഷയോടെ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കാൻ ഒക്കണം. പ്രിയപ്പെട്ടവരെ, ആ വലിയ കൃപയ്ക്കു വേണ്ടി ഈ മണിക്കൂറിൽ എൻ്റെ പ്രിയ സഹോദരങ്ങൾ പ്രാർത്ഥിക്കൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എൻ്റെ വേദന മാറുന്നില്ലേ? എൻ്റെ ദുഃഖം തീരുന്നില്ലേ? എൻ്റെ നൊമ്പരം അവസാനിക്കുന്നില്ലേ? എൻ്റെ രോഗം സുഖപ്പെടുന്നില്ലേ? ആ രോഗത്തിൽ ഒരു ദൈവത്തിൻ്റെ കൃപയുണ്ട്. ആ വേദനയിൽ ഒരു ദൈവത്തിൻ്റെ കരമുണ്ട്. ആ രോഗം എൻ്റെ കുടുംബത്തിൻ്റെ വിശുദ്ധീകരണത്തിന് വേണ്ടി എൻ്റെ ദൈവം എനിക്ക് സമ്മാനിക്കുന്നതാണ്. ഈ ബോധ്യത്തോടെ പരിഭവങ്ങളില്ലാതെ, പരാതികളില്ലാതെ, പിറുപിറുക്കാതെ ദൈവത്തിൻ്റെ കരം കണ്ട് ജീവിത ബുദ്ധിമുട്ടുകളെ നേരിടാൻ നമുക്കൊക്കെ എന്തുമാത്രം സാധിക്കുന്നു പ്രിയരെ. ഞാൻ കോട്ടയത്ത് വന്നാണ് സംസാരിക്കുന്നത്. അൽഫോൻസാമ്മ പിറന്നു വീണ ഒരു പുണ്യപ്പെട്ട നാട്ടിൽ വന്ന് ഞാൻ സംസാരിക്കുന്നു. ഞാൻ ഈ മണിക്കൂറിന് വേണ്ടി ചിന്തിച്ചപ്പം എന്തോ അൽഫോൻസാമ്മയും എൻ്റെ മനസ്സിലൂടെ കടന്നുപോയി. നമുക്കറിയാം, 36 കൊല്ലം ഈ കുടമാളൂരും ഈ പാലായിലും ഈ നാട്ടിലും ഭരണങ്ങാനത്തുമൊക്കെ ഓടി നടന്ന് ഈശോയ്ക്ക് വേണ്ടി ജീവിച്ചൊരു കന്യാസ്ത്രീ 36 കൊല്ലം രോഗം മാറാൻ പ്രാർത്ഥിച്ചു, വേദന മാറാൻ പ്രാർത്ഥിച്ചു. എൻ്റെ ചോദ്യം ഇതാണ്, 36 കൊല്ലം പ്രാർത്ഥിച്ചിട്ട് എത്രയോ വിശുദ്ധയായ ഒരു കന്യാസ്ത്രീ, എത്രയോ പുണ്യപ്പെട്ട ജീവിതം നയിക്കുന്ന ഒരു കന്യാസ്ത്രീ വിശുദ്ധിയോടെ ജീവിച്ചു, ദൈവത്തെ വിളിച്ചു, പ്രാർത്ഥിച്ചു. 36 കൊല്ലം പ്രാർത്ഥിച്ചിട്ട് രോഗം മാറിയോ? എനിക്കറിയേണ്ടത് അതാണ്. രോഗം മാറിയോ? വേദന മാറിയോ? വേദന മാറിയോ? വേദന മാറിയില്ല. രോഗം മാറിയില്ല. ഇതൊരു ബന്ധനമായിരുന്നില്ല, ഇതൊരു തടസ്സമായിരുന്നില്ല, ഇതൊരു പാപശാപക്കെട്ടായിരുന്നില്ല. ഇതിൻ്റെ പിന്നിൽ പൈശാചികതയില്ല, അതിൻ്റെ പിന്നിൽ ദൈവത്തിൻ്റെ കരമാണുള്ളത്. ഈ നാടിനെ വിശ്വാസത്തിൽ ആഴപ്പെടുത്താൻ വേണ്ട ദൈവത്തിൻ്റെ കൃപയുണ്ടായിരുന്നു ആ രോഗത്തിലും കേൾക്കപ്പെടാതെ പോയ പ്രാർത്ഥനയിലും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ സ്നേഹത്തോടു കൂടി ഓർപ്പിക്കുക ഇതാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ കണ്ണുനീരിന് വിലയുണ്ട്, നിങ്ങളുടെ വേദനകൾക്ക് വിലയുണ്ട്, നിങ്ങളുടെ നൊമ്പരങ്ങൾക്ക് വിലയുണ്ട്, നിങ്ങൾ സഹിക്കുന്ന രോഗപീഠകൾക്കൊരു വിലയുണ്ട്. നിങ്ങളുടെ കുടുംബത്തിന് വേണ്ട ദൈവത്തിൻ്റെ കൃപ ആ കണ്ണീരിലുണ്ട്, ആ വേദനയിലുണ്ട്, ആ നൊമ്പരത്തിലുണ്ട്, ആ സഹനത്തിലുണ്ട്, ആ കുരിശിലുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.